ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, ഗുഡ് മോർണിംഗ്. മഴയാണ്, കനത്ത മഴയാണ്. കൊച്ചിയിലെ ഒരു സാഹചര്യം എന്താണ്? മഴ കനക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും പൊതുവേ നമുക്കറിയാം കൊച്ചിയിലൊക്കെ ഒരു മഴ പെയ്താൽ തന്നെ അപ്പോൾ വെള്ളക്കെട്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം? ഒരു അലേർട്ടൊക്കെ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ശ്രുതി, തുളസി. കൊച്ചിയിൽ ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ തന്നെയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് ഇത്തവണത്തെ മഴയിലും ഒലിച്ചുപോയി. ഇവിടെ പ്രദേശത്തെ 2 ആദിവാസി കോളനികൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തെ തുടർച്ചയായ മഴയിലാണ് ഇത്തരത്തിൽ ഈ ചപ്പാത്ത് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർച്ചയായി എല്ലാ മഴക്കാലത്തും ഈ ഒരു ശക്തമായ മഴ പെയ്താൽ തന്നെ ചപ്പാത്ത് ഒഴുകിപ്പോയി ഈ പ്രദേശം ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ പ്രദേശത്തെ 2 ആദിവാസി കോളനികളിൽ നിന്നും ആളുകളെ വഞ്ചിയിൽ പഞ്ചായത്ത് അധികൃതർ ഇക്കരയിലേക്ക് എത്തിച്ച് സുരക്ഷിതരായി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ വലിയ പ്രതിഷേധവുമുണ്ട്. കാരണം നിരന്തരം മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ ചപ്പാത്ത് ഒഴുകിപ്പോയി പ്രദേശം ഒറ്റപ്പെടുകയും വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയിലും സമാനമായ നിലയിൽ നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ മുഴുവൻ ശക്തമായ മഴയായിരുന്നു. ശ്രുതി പറഞ്ഞതുപോലെ വലിയ നിലയിലുള്ള വെള്ളക്കെട്ടാണ് ഓരോ മഴ പെയ്യുമ്പോഴും കൊച്ചിയിലെ പ്രതിസന്ധി. ഇപ്പോൾ നിലവിൽ വലിയ വെള്ളക്കെട്ടുകൾ നഗരപ്രദേശങ്ങളിൽ എവിടെയും തന്നെ ഇല്ല. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള നടപടികൾ കൃത്യമായി തന്നെ പാലിച്ചതിന്റെ ഒരു ചിത്രം ഇത്തവണ കാണാനുണ്ട്. അപ്പോഴും പറയേണ്ടത് ഈ എറണാകുളം KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഇപ്പോഴും ഉണ്ട്. എന്തായാലും നിലവിൽ മഴ കുറച്ച് ശമനം കാണിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള കാറ്റാണ് മറ്റൊരു പ്രധാന കാര്യം. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള കാറ്റ് പല സ്ഥലങ്ങളിലും ആശങ്ക വിതച്ചിരുന്നു. പക്ഷേ എവിടെയും വലിയ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും കടകളുടെ വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ താഴേക്ക് വീണ് വാഹനങ്ങളുടെ ഉൾപ്പെടെ മുകളിലേക്ക് വീഴുന്ന നിലയിലുള്ള സാഹചര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും വലിയ ആളപായമോ മറ്റ് അപകടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും നിലവിൽ നേരിയൊരു ശമനമുണ്ട് കൊച്ചിയിൽ മഴയ്ക്ക്. വരും മണിക്കൂറുകളിലും വലിയ നിലയിൽ മഴ ഇന്നലത്തേതിന് സമാനമായി തുടരുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ആശങ്കയിലേക്ക് പോകും. കനാലുകളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. വലിയ രീതിയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അവിടങ്ങളിലുള്ള വെള്ളമെല്ലാം വീടുകളിലേക്ക് കയറുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും നിലവിൽ മഴ ശമിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. ശ്രുതി, അലി അക്ബർ ഷയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.